അങ്ങനെ ഓണാഘോഷ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് റാണിപുരത്തേക്കായിരുന്നു. കാഞ്ഞങ്ങാടായിരുന്നല്ലോ നമ്മളെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു കുറച്ച് ദൂരേ ഉണ്ടായിരുന്നല്ലോ, അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ പിന്നെ റാണിപുരം റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് അവിടത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് അവിടെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ നമ്മൾ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് ട്രക്കിങ്ങിനൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതായിരുന്നു നമ്മൾ താമസിച്ച റിസോർട്ട് വരുന്നത്. അടിപൊളിയായിരുന്നു. 7 റൂംസാണ് വരുന്നത്. അത് 7 നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 6 ഫാമിലി ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ആളെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു റൂമും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ 2 റൂം എടുത്ത് പിന്നെ നമ്മൾ നേരെ മുകളിലോട്ട് കുറച്ച് ട്രക്കിങ്ങിൻ്റെ അങ്ങോട്ട് അവിടെയാണ് ചായക്കട ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ രാത്രിയായിരുന്നു ഇവിടുത്തെ പരിപാടിയൊക്കെ. ട്രക്കിങ്ങിന് എന്തായാലും പോകാൻ പറ്റില്ല. പിന്നെ രാവിലെ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ രാവിലെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊന്നും പെട്ടെന്ന് എഴുന്നേറ്റില്ല. പിന്നെ എല്ലാവർക്കും വേഗം പോകേണ്ട തിരക്കായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ രാവിലെ മാത്യു സാബിൻ്റെ വീട്ടിലും പോകേണ്ടതുണ്ടായിരുന്നു. രാവിലെ അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകണമായിരുന്നു. അപ്പോൾ രാവിലെയും പിന്നെ ട്രക്കിങ്ങിനൊന്നും പോയില്ല. പിന്നെ അവിടെ പോയി നല്ല രസമായിരുന്നു. നല്ല എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഉള്ളൊരു വൈബ് ഉണ്ടല്ലോ, അത് നല്ല അടിപൊളിയായിരുന്നു. ട്രക്കിങ്ങിന് പോകുന്ന വഴിയിൽ ചായക്കടയുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ചായ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പേർക്കൊക്കെ കട്ടൻ ചായയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് പിന്നെ പിള്ളേർക്ക് എന്തൊക്കെയോ വാങ്ങിക്കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കുറച്ച് ചുറ്റി നടന്നിട്ട് അപ്പോഴത്തേക്ക് ചെറിയ മഴച്ചാറലുണ്ടായിരുന്നു. പിന്നെ നേരെ റൂമിലേക്ക് വന്ന് പിന്നെ അവിടുന്ന് ഫ്രഷായി പിന്നെ അവിടുത്തെ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞുകൂടി. കോഫി ഉണ്ടോ? ഏത് മൂട്? ഞാനും വരണ്ടേ? പിന്നെ നമ്മളെല്ലാവരും റൂമിലേക്ക് എത്തി. അപ്പോൾ റൂമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഓരോരോ റൂം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഫ്രഷായി പിന്നെ താഴേക്ക് ഇറങ്ങി നമ്മളെല്ലാവരും. അപ്പോൾ താഴെയാണ് നമ്മുടെ നല്ല പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പരിപാടി എന്ന് വെച്ചാൽ കുട്ടികളൊത്ത് നല്ല രസത്തിൽ പാട്ട് കൂത്തൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ നേരം കൂട്ടി. അങ്ങനെ നമ്മൾ എല്ലായിടത്തും പോയാലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ അധികം ഇങ്ങനെ ഒന്നിച്ച് പിന്നെ കൂടാറുണ്ട് ഒരു 3-4 ഫാമിലി. അപ്പോൾ ഈ പ്രാവശ്യം 2 ആൾ അധികമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രതീഷിൻ്റെ എപ്പോഴും നല്ല പാട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അതില് പന്നി വീണു. അതില് പന്നിയില് ആരെങ്കിലും തലയിലൊന്നും ആക്കണ്ടടാ, നേരെ എടുക്കടാ. ഇങ്ങോട്ട് വന്നാലേ കിട്ടും. പ്രവിശ്യ വിളിക്കുന്ന പോരേ ചേച്ചി, പോരേ ചേച്ചി, പോരേ. അപ്പോൾ നമ്മൾ റെഡിയായി താഴെ എത്തുമ്പോഴത്തേക്ക് മാത്യു സാബിൻ പിന്നെ ടീച്ചറും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളും വരുന്നുണ്ട്. അപ്പോൾ ടീച്ചർ നല്ല പന്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, സൂപ്പർ ടേസ്റ്റായിരുന്നു. അവിടുത്തെ ഫുഡിന് പുറമെയാണ് ചേച്ചി ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് നല്ല എൻജോയ് ചെയ്തു. बारिश बरका सब कुछ बह गया यानी जिद मेरे, बारिश बरका सब कुछ बह गया यानी जिद मेरे. നീ എനക്ക് ഇട്ടാ മതി, എൻ്റെ അടുത്തുണ്ട്. हम तो सिर्फ तुमसे प्यार है, हमको सिर्फ तुमसे प्यार है. तुझको नजर कर दो, तुझको नजर कर दो, तू ही मेरा जीवन
का इशारा बदलाए मौसम लगे प्यारा जग सारा छूकर मेरे मन उसने बात की कुछ कैसे താരാട്ടുപാട്ടിൻ നൈർമല്യം നൈർമല്യം തളിരിട്ട താഴ മഴയും തോന്നാതിനും കാറ്റും കാണാതിനും നടപ്പാടം അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയൊരു പാദത്തിന്റെ തുണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്നാണപ്പാ ഒരു വിളിയും കേട്ട് എന്നമ്മ വിളിക്കേണോരച്ച പോലെ എന്നമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറില്ലേ അപ്പൻ തന്നല്ലേ പറയാറുള്ളേ ആ മതി വിട്ടോ എമ്പലൂട്ടോ പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ കൂന്തലിനും അപ്പോൾ നമ്മളെ 3 വണ്ടി ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ബാക്കി 3 വണ്ടി ഇത് അവിടെയുണ്ട്. മൊത്തത്തിൽ 6 വണ്ടിയാണ്. ഇതാണ് രാവിലത്തെ ഇത്. ഋതു ഇവിടുന്ന് റെഡി ആവുന്നുണ്ട്. എല്ലാവരും റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു. നന്ദൂട്ടനെ കാണിച്ചോട്ടെ. ഇതാ നമ്മളെ റൂം കിടന്നു. ദീഷു റെഡിയായി, നന്ദു റെഡി ആയിട്ടില്ല. അതന്നെയല്ല മറ്റൊരു കുഞ്ഞു നോക്കിയായിട്ട് സെറ്റ് ഉണ്ട് ഇതുണ്ടാ ആനയുണ്ടാ
അങ്ങനെ പിന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുളിച്ച് റെഡിയായി നേരെ വിട്ടത് പിന്നെ മാത്യു സാബിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് കുറച്ച് എൻജോയ് ചെയ്ത് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ വീഡിയോ ഞാൻ പിന്നെ ബാക്കി പാർട്ടായിട്ട് ഇടാം. ഒരുമിച്ചാകുമ്പം ഭയങ്കര ലെങ്ത്തായിരിക്കും. അപ്പോൾ നേരെ പോകുന്നത് മാത്യു സാബിൻ്റെ വീട്ടിലേക്കാണ്. ഒരു വലിയ കുന്നിറക്കാണ്. ആ കുന്നിറങ്ങുന്നിടത്താണ് എത്തുന്നത്. പിന്നെ മാത്യു സാബിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ടാറ്റ, ബൈ.